ഏറ്റവും കൂടുതൽ കമന്റ് എനിക്ക് അനുകൂലമായി വരുന്നത് എന്താ അറിയാമോ? രാഹുൽ ഈശ്വർ പറയുന്ന പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്. ഈ കാര്യത്തിൽ യോജിപ്പാണ്, അത് തന്നെയാണ് വേണ്ടത്. നൂറുകണക്കിന് കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടോ സാമുദായികമായിട്ടോ ഒക്കെ വിഷയങ്ങളിൽ നമുക്ക് വിയോജിപ്പ് കാണാം. പക്ഷേ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ സഭ്യതയും മാന്യതയും സംസ്കാരവും വേണമെന്ന പോയിന്റിൽ, അമിത ലൈംഗികത സമൂഹത്തെ ദോഷം ചെയ്യുമെന്ന പോയിന്റിൽ നമ്മുടെ പിള്ളേർ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളർന്നു വരുമ്പോൾ ഒരു സഭ്യതയുടെയും മാന്യതയുടെയും അതിർവരമ്പുകളിൽ നിൽക്കണം എന്നുള്ളത്. ഞാൻ മറ്റേ ഹരിചന്ദ്രനോ ശ്രീരാമനോ ഒന്നും അല്ല, പക്ഷേ എന്നിരുന്നാലും ചില മാന്യതയും മര്യാദയും ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നവരാണ്. നമ്മൾ ആരും അങ്ങനെ പിക്ചർ പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ ഏറ്റവും പിക്ചറും മോശമായി പോകരുത്. നമ്മളെല്ലാം ഈ ഗ്രേയിൽ നിൽക്കുന്നവരാണ്, പൂർണ്ണമായിട്ട് വെളുപ്പൊന്നുമല്ല, ഗ്രേയിൽ നിൽക്കുന്നവരാണ്. നമുക്ക് നമ്മുടേതായ തെറ്റുകളും കുറ്റങ്ങളും കാണും, നിങ്ങൾക്ക് കാണും, എനിക്ക് കാണും, നമുക്കെല്ലാം ഉണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ പൂർണ്ണമായിട്ട് ബ്ലാക്കിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. അത് നമുക്ക് തടയാൻ കഴിയണം. വിദേശ രാജ്യങ്ങളിലെയൊക്കെ ഉള്ളൊരു കൾച്ചറൽ ഡീഗ്രഡേഷൻ, സാംസ്കാരിക അധപ്പതനത്തിലേക്ക് ഒരു കാരണവശാലും പോകാൻ നമുക്ക് പാടില്ല. അപ്പം അത് തടയാനുള്ള നമ്മുടെ പോരാട്ടമാണ്. നമ്മൾ വിജയിച്ചാലേ ഈ നാട്ടിൽ സാംസ്കാരിക സംവിധാനങ്ങളും കുടുംബ സംവിധാനങ്ങളും സഭ്യതയും മാന്യതയും ഒക്കെ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഹണി റോസിന്റെ വിഷയത്തിലെ പോരാട്ടം മാത്രമല്ല, പുരുഷന്മാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ്. തീവ്ര ഫെമിനിസത്തിനെതിരെയുള്ള ഫൈറ്റാണ്. ഒറ്റ വരി പറഞ്ഞാൽ അതാണ് കറക്റ്റ്. സ്ത്രീകളോട് പൂർണ്ണ ബഹുമാനമാണ്, നല്ല ഫെമിനിസ്റ്റുകളോട് പോലും ബഹുമാനമാണ്, അവരോട് വിയോജിപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ തീവ്ര ഫെമിനിസ്റ്റ് വാദം സമൂഹത്തെ അപകടത്തിലേക്ക് നയിക്കും എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതോടൊപ്പം ഇന്നലെ എൻ്റെ തിരിച്ചടി ആഘോഷിച്ചവർക്കും മറ്റും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും കൂടെയുണ്ട്. അതും കൂടെ ഞാനൊന്ന് റൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് ഈ സ്ത്രീ പുരുഷ വിഷയങ്ങളെ പോലെ തന്നെ കാൾ സെൻസിറ്റീവോ ആണ് നമ്മുടെ ജാതി മതവും ഉള്ള വിഷയം, പ്രത്യേകിച്ച് മതത്തിൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ പറയുന്നത്. അതിലെ ഒരു വിഷയം കൂടി ഒരിക്കലും നമ്മുടെ ഐക്യത്തിനെ ബാധിക്കരുത്. പക്ഷേ ഇതിൻ്റെ ഒരു രസകരമായ ന്യൂവാൻസും കൂടെ സൂചിപ്പിക്കാനാണ്. ഇന്നലെ ഒരു പ്രമുഖ RSS BJP പ്രവർത്തകൻ, ഒരു നേതാവ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അത് മീഡിയ വണ്ണിൻ്റെ വീഡിയോ ആണ്. ആ മീഡിയ വണ്ണിൻ്റെ വീഡിയോയിൽ പുള്ളി എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഞാൻ ചോദിച്ചു, ചേട്ടാ അതെന്താ അങ്ങനെ? ചേട്ടാന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാരെ അവിടെ വിളിക്കുന്നത്. അപ്പം ചേട്ടാ എന്താ അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, രാഹുലിൻ്റെ ഡോഗ് വിസിലാണ്. എന്നിട്ട് മീഡിയ വണ്ണിൽ ഒരു വലിയ ലേഖനവും കൂടി വന്നിട്ടുണ്ട്. ശ്രീമതി ഷാനി അടക്കമുള്ള മനോരമയിലെ ആൾക്കാരും സമാനമായി എനിക്കെതിരെയുള്ള വാർത്ത ഹൈലൈറ്റ് ചെയ്യുന്നു. അതേപോലെ മീഡിയ വണ്ണും ഹൈലൈറ്റ് ചെയ്തിട്ട് ജാതീയതയും മതവരേണ്യതയും കൂടി ചേർന്നൊരു സാധനമാണ് രാഹുൽ ഈശ്വർ എന്നൊക്കെ പറഞ്ഞ് മീഡിയ വൺ ഷെൽഫിൽ വലിയൊരു മുഹമ്മദ് റിസ്വാൻ എന്നാണെന്ന് തോന്നുന്നു പേര്, അദ്ദേഹം എഴുതിയത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അജിംസും, ശ്രീ അജിംസിനെ പോലെ പ്രഗത്ഭനായ, അല്ലെങ്കിൽ ശ്രീ നിഷാദിനെ പോലെ പ്രഗത്ഭനായിരുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ അതിശക്തമായി ഇത് ഡോഗ് വിസിലാണ്, വിമർശനം എന്നൊക്കെ കേട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്ഥിരം വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ആളാണ്, സ്ഥിരം മറ്റേ ഇരയെ ആക്രമിക്കുന്ന ആളാണ് എന്നൊക്കെ തെളിയിക്കുന്നുണ്ട്. ഇവരെ രണ്ടുപേരെ എനിക്ക് ഇഷ്ടമാണ്. ശ്രീ നിഷാദിനെയും എനിക്ക് കുറച്ചൊക്കെ വ്യക്തിപരമായിട്ട് അറിയാം, ശ്രീ അജിംസിനെയും കുറേയൊക്കെ അറിയാം. രണ്ടുപേരോടും ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ്. അപ്പോൾ അവർക്കും ഒരു മറുപടി ഒരു ബ്രോഡ് രീതിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുക. ഈ RSSലെ ആൾ അയച്ചു എന്ന് പറഞ്ഞതിന് ഒരു കൗതുകമുണ്ട്. അതായത് RSSലെ ആൾ അയച്ചിട്ട് എന്നോട് പറഞ്ഞത്, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നായ സ്ത്രീ സുരക്ഷയും പുരുഷന്റെ വിഷയവും സാമുദായികവും ഹിന്ദു മുസ്ലിമും എല്ലാം ഉൾച്ചേർന്ന അഖില ഹാദിയ വിഷയം വന്നപ്പോൾ ആ അഖില ഹാദിയയ്ക്ക് വേണ്ടി നിലപാടെടുത്തതിന് കൂടെ നിന്ന സുഹൃത്തുക്കളായ എല്ലാ RSS BJP-കാരുടെ നിന്നും ചീത്ത കേട്ടൊരു വ്യക്തിയാണ് ഞാൻ. അതായത് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ഹിന്ദു സംഘടനയിൽ, അമ്മയുടെ പേര് മല്ലിക നമ്പൂതിരി എന്നാണ്, അമ്മയ്ക്ക് പോലും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്ന രീതിയിൽ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് അഖിലാഹാദിയുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നത്. അഖിലാഹാദിയ ചെയ്തതിനോട്, മതപരിവർത്തനത്തിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദു മുസ്ലിമും, മുസ്ലിം ഹിന്ദുവും, ഹിന്ദു ക്രിസ്ത്യാനിയും, ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിമും ഒന്നും അതിനോട് യോജിപ്പില്ല. പക്ഷേ അഖിലാഹാദി അടക്കമുള്ള കേസുകളിൽ അതിശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് വന്ന് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തതാണ്. ശ്രീ അജിംസ് അടക്കമുള്ളവർ ചരിത്രം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടക്കുന്ന ചരിത്രം വരെ കൃത്യമായി പറയുന്നവരാണ്. ആ വിഷയങ്ങളിലൊന്നും നിന്റെ പറഞ്ഞപ്പം പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണ വിജയനെ അതിശക്തമായി ആൾക്കാർ ആക്രമിച്ചപ്പോഴും അവരുടെ കല്യാണത്തെ ട്രോളിയപ്പോഴും ഒക്കെ അതിശക്തമായി അത് തെറ്റാണ്, അങ്ങനെ ആരുടെയെങ്കിലും കല്യാണത്തെ ട്രോളുന്നത് ആർഷഭാരത സംസ്കാരത്തിനെതിരാണ് എന്നൊക്കെ നീ നിലപാടെടുത്തില്ലേ, അതൊന്നും ഇവർ പറയുന്നു പോലും ഇല്ലല്ലോ, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ആ സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലുള്ള ഒരു വ്യക്തി എനിക്ക് ഈ വീഡിയോ അയച്ചു. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അപ്പം ഞാൻ ഓർത്തൊരു കാര്യം, അദ്ദേഹം പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോഴെങ്കിലും തോന്നുക അത്ര ശക്തമായ വിഷയങ്ങളിൽ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു നിലപാടെടുത്തത് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് അഖിലാഹാദിയയ്ക്ക് വേണ്ടി വാദിക്കാൻ
നമ്മുടെ കപിൽ സിബൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് 77 ലക്ഷം രൂപയാണ് കൊടുത്തത്. 77 lakh rupees ആണ് കപിൽ സിബൽ ഔദ്യോഗികമായി മേടിച്ചത്. ഇനി അല്ലാതെ കൂടുതൽ മേടിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഔദ്യോഗികമായി മേടിച്ചത്. രാഹുൽ ഈശ്വർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ഞാൻ അഖിലഹാദിയയ്ക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയത്. 4, 3, 4, 5 പ്രാവശ്യം ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് കാറെടുത്ത് ആലപ്പുഴ പോയി കണ്ടു. അഖിലഹാദിയയ്ക്ക് വേണ്ടി പ്രമുഖരായ പല ആൾക്കാരും ചെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ കാര്യം, അങ്ങനെ ഒരു കുട്ടിയെ അവിടെ അങ്ങനെ തടവിലിടുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ചെയ്തത്. കൂടെ നിൽക്കുന്ന പലരും എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് നമ്മുടെ ഹിന്ദുത്വവാദി സുഹൃത്തുക്കളോട് പലരോടും പറയുകയും ചെയ്തു, നമുക്ക് അഖിലഹാദിയുടെ വിഷയം പിടിക്കരുത്, ആ വിഷയം ആത്യന്തികമായി നന്മയില്ലാത്തതാണ്, അത് തിരിഞ്ഞുകുത്തുന്ന വിഷയമാണ്. നിമിഷ ഫാത്തിമ അടക്കമുള്ള വിഷയങ്ങൾ മുമ്പോട്ട് വെക്കുക, അതിനൊരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, അങ്ങനെ ഒരു ക്ലോസ് എന്തെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയാൽ അത് വേണമെങ്കിൽ പോസിറ്റീവായി പോകും. പക്ഷേ അഖിലഹാദിയുടെ വിഷയം പിടിക്കരുത്. പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടില്ല. പല ആൾക്കാരും ആവശ്യമില്ലാതെ ഒരു പിടിയൊള്ളിയാക്കി. അതായത് ഒരു വശത്ത് RSSും BJPയും മറുവശത്ത് പോപ്പുലർ ഫ്രണ്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ അങ്ങനെ വടം വലിച്ച് കളയാനുള്ളതല്ല. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടുകാരും ഈ ഇസ്ലാമിസ്റ്റിലെ പല ആൾക്കാരും 77 ലക്ഷം രൂപ കൊടുത്താണ് ഈ കപിൽ സിബൽ വാദിച്ചത്. പക്ഷേ രാഹുൽ ഈശ്വർ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ വിശ്വസിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാഗാന്ധിയുടെയും ചട്ടമ്പി സ്വാമിയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും നന്മകളുടെ പേരിൽ ഫ്രീ ആയി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് ചെലവാക്കിയാണ് അഖിലഹാദിയെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ഓർക്കാനോ പറയാനോ പോലും ശ്രീ അജിംസോ ശ്രീ നിഷാദോ ഒന്നും തയ്യാറായില്ല, ഓർത്തില്ല. ഞാൻ ചെയ്ത ഈ ഒരുപാട് പറയണ സ്ത്രീവിരുദ്ധ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഇത് പറയുകയോ അല്ലെങ്കിൽ CPM-ഉമായിട്ട് അന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനൊരു CPM അനുകൂലമായ വ്യക്തിയല്ല, ഇടതല്ല, ഞാൻ വലതുപക്ഷക്കാരനാണ്. CPM-കാരോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണത്തിന്റെ പേരിൽ ട്രോളരുത് എന്ന ശക്തമായ നിലപാടെടുക്കുകയും അതിന് ഒരുപാട് ചീത്ത കേട്ട വലതുപക്ഷ സുഹൃത്തുക്കളിൽ നിന്ന് ഒരുപാട് ചീത്ത കേട്ട വ്യക്തിയാണ്. അപ്പോൾ അഖിലഹാദിയുടെയോ വീണ വിജയന്റെയോ ആ നന്മയുള്ള നിലപാടുകൾ എടുക്കുന്നതും ഇവരാരും ശ്രദ്ധിക്കില്ല, കാണില്ല, നീ ഇങ്ങനൊന്നും ചെയ്തിട്ട് അർത്ഥമില്ല എന്ന് പുള്ളി പറയുകയുണ്ടായി. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, നമ്മൾ ഒരു നന്മയുള്ള നിലപാടെടുക്കുന്നത്, ശരിയായ നിലപാടെടുക്കുന്നത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, അവർ നന്ദിയോടെ സ്മരിക്കുമെന്ന് വേണ്ടിയല്ല. നാളെ കുറ്റം പറയുമ്പോഴും ഇനി നാളെ എന്നെ ജയിലിലിട്ട ഇവരെല്ലാം പറയാൻ പോകണം എന്താണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും വ്യക്തിവിരോധമൊന്നും ഉണ്ടായിട്ടല്ല. കണ്ടോ, പുരുഷ മേധാവിത്വം, സവർണ ബ്രാഹ്മണിക്കൽ പുരുഷ മേധാവിത്വം, ജയിലിലേക്ക് പോയി എന്ന് ഇവർ പറഞ്ഞ് കൈയിടിക്കുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, എനിക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും മുമ്പ് സ്ത്രീകൾക്ക് അനുകൂലമായി എടുത്ത ഇത്തരം നിലപാടുകൾ സൗകര്യപൂർവ്വം മറക്കുന്നതിന്റെ പിന്നിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ണട ചിരുട്ടാക്കലുണ്ട്. അപ്പോൾ ശ്രീ അജിംസിനോടും അല്ലെങ്കിൽ ശ്രീ നിഷാദിനോടും ഒക്കെയുള്ള സ്നേഹപൂർവ്വമുള്ള മറുപടി, അല്ലെങ്കിൽ ഈ നമ്മുടെ ഷാനിജി, മനോരമയിലെ ഷാനിജിയോടൊക്കെയുള്ള മറുപടി, അങ്ങനെ രാഹുൽ ഈശ്വർ എടുത്ത പോസിറ്റീവ് നിലപാടുകൾ അഖിലഹാദിയുടെയോ അല്ലെങ്കിൽ ശ്രീമതി വീണ വിജയന്റെയോ വിഷയത്തിലൊന്നും നിങ്ങൾ കാണാതെയും ഓർക്കാതെയും ഇരിക്കുന്നത് കൂടി നിങ്ങളുടെ ഒരു ഇരട്ടത്താപ്പാണ്. കൂടെ നിൽക്കുന്ന എല്ലാവരെയും വെറുപ്പിച്ച് എനിക്കത് എടുക്കാൻ കഴിയുന്നത് എൻ്റെ മനസ്സിൽ മഹാത്മാഗാന്ധി ഉള്ളതുകൊണ്ടാണ്, എൻ്റെ മനസ്സിൽ സത്യസന്ധത ഉള്ളതുകൊണ്ടാണ്. ഇനിയും 100% സത്യസന്ധവും നിഷ്പക്ഷവുമായ ആ വിമർശനങ്ങൾ തുടരും എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.